ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിയെ കൈത്താങ് നൽകി സഹായിച്ച രാജ്യം ഇന്ത്യ. എന്നാൽ അതേ തുർക്കി തന്നെ ഇന്ത്യയെ ഇല്ലാതാക്കാൻ പാകിസ്ഥാനൊപ്പം കൂട്ടുനിന്ന് ഇന്ത്യയെ ആക്രമിച്ചത്. ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഇന്ത്യക്കൊപ്പം ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യക്കൊപ്പം നിന്നപ്പോഴും പാകിസ്ഥാൻ സപ്പോർട്ടായി നിന്ന രാജ്യങ്ങളാണ് ചൈനയും തുർക്കിയുമെല്ലാം. ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ച് തുർക്കിക്കെതിരെ കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഇന്ത്യ. കൂടുതൽ വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ആയിരത്തി 1948 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഔദ്യോഗിക രാഷ്ട്രബന്ധം ആരംഭിക്കുന്നത്. ഇന്ത്യ തുർക്കി ബന്ധം ചരിത്രം രേഖപ്പെടുത്തിയതനുസരിച്ച് ഓട്ടോമൻ സാമ്രാജ്യവും മുഗൾ സാമ്രാജ്യവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നതാണ്. എന്നാൽ തുർക്കി നാറ്റോയിൽ ചേർന്നപ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം തണുക്കുകയായിരുന്നു. ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധം നല്ല രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് 2022 ഇരു രാജ്യങ്ങളും തമ്മിൽ 80 കോടിയുടെ വ്യാപാരം ഉണ്ടായിരുന്നു. ഇന്ത്യ തുർക്കിയിൽ നിന്നും മരുന്നുകളും അതുപോലെ തന്നെ തുണി വസ്ത്രങ്ങളും തുർക്കി യന്ത്രങ്ങളും എണ്ണയും വാങ്ങിക്കൊണ്ടേയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് തുർക്കി സിനിമകളും അതുപോലെ തന്നെ സീരിയലുകളും എല്ലാം ഇന്ത്യയിൽ വളരെ ജനപ്രിയമാർജിച്ച ഒന്നാണ്. അത്രയും നല്ലൊരു ബന്ധം ഇന്ത്യയുമായിട്ട് തുർക്കി ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ തുർക്കി കമ്പനികൾ വിമാനത്താവളങ്ങളും റോഡുകളും എല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കുമായിരുന്നു. 2023 തുർക്കി ഭൂകമ്പത്തിൽ ഇന്ത്യയുടെ സഹായം ചെറുതൊന്നുമായിരുന്നില്ല ഉണ്ടായത്. ഭൂകമ്പം സംഭവിച്ച 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ഓപ്പറേഷൻ ഡോസ് എന്ന പേരിൽ സഹായം എത്തിച്ചു. ദില്ലിയിൽ നിന്നും NDRFയുടെ അതായത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് 2 ടീമുകളെ 101 ജീവരക്ഷകർ തുർക്കിയിലേക്ക് അയച്ചു. വൈദ്യസഹായം എന്ന നിലയിൽ 30 ടൺ ഭാരമുള്ള മരുന്നുകൾ അതുപോലെ തന്നെ മെഡിക്കൽ സപ്ലൈസ് എന്നിവ അടങ്ങിയ 6 വിമാനങ്ങൾ തുർക്കിയിലെ അഡാനയിലേക്ക് അയച്ചു. ഇന്ത്യൻ ആശുപത്രികൾ $10 ലക്ഷം മൂല്യത്തിനുള്ള മരുന്നുകൾ സംഭാവന ചെയ്തു. ഭൂകമ്പത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായിട്ട് ക്വിക്ക് ബിൽഡ് ടെന്റുകളും ചൂട് കോട്ടുകളും ലൈറ്റിംഗ് സിസ്റ്റം എന്നിവയെല്ലാം നൽകി നമ്മുടെ ഇന്ത്യയെ സഹായിച്ചു. സാമ്പത്തിക സഹായമാണെങ്കിലോ ഇന്ത്യൻ സർക്കാർ തുർക്കിക്ക് $2 ദശലക്ഷം ഏകദേശം 16.5 കോടി രൂപയാണ് സഹായനിധി നൽകിയത്. ഇന്ത്യൻ കമ്പനികൾ ടാറ്റയും ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികളെല്ലാം ഒരുമിച്ച് തന്നെ 150 കോടി രൂപയുടെ സഹായം തുർക്കിക്ക് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ നൽകി ഇന്ത്യ തുർക്കിയെ സഹായിച്ചിരുന്നു. തുർക്കി ഒരു മുസ്ലിം രാജ്യമായതിനാൽ തന്നെ പാകിസ്ഥാനെ തുർക്കി വലിയ രീതിയിലാണ് പിന്തുണ നൽകിയിട്ടുള്ളത്. 2019 കാശ്മീരിൽ ഇന്ത്യ എടുത്ത നടപടിയെ ഈ തുർക്കി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും ഒരു പ്രശ്നം തുർക്കി എന്ന രാജ്യത്തിന് വന്നപ്പോൾ മനുഷ്യ സ്നേഹത്തിന് മുൻതൂക്കം നൽകിയാണ് ഇന്ത്യ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ തുർക്കിയോ പാകിസ്ഥാനുമായി സൈനിക ബന്ധം നിലനിർത്തി പോകുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാനുമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നു. ഇതെല്ലാം ഇന്ത്യയെ ബാധിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൈസിസ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാന് സഹായം നൽകിയതും ഇതേ രാജ്യം തന്നെ. തുർക്കിയുടെ കൂട്ടത്തിൽ അസർബൈജാൻ എന്ന രാജ്യവും പാകിസ്ഥാന് പിന്തുണച്ച് മുന്നിട്ട് വന്നിരുന്ന രാജ്യങ്ങളൊന്നാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ തുനിഞ്ഞ ഡ്രോണുകളിൽ അധികവും തുർക്കിയുടേതായിരുന്നു. നമ്മുടെ സൈന്യം അതെല്ലാം എന്ത് ചെയ്തു? നിർവീര്യമാക്കുകയും ചെയ്തു. ചൈനയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന രാജ്യമെന്ന് നമ്മൾ ആദ്യം കരുതിയത്. എങ്കിൽ എല്ലാത്തിനും ഉപരിയായിട്ട് തുർക്കി പാകിസ്ഥാൻ ഇത്രയും പിന്തുണ നൽകുമെന്ന് ഇന്ത്യ കരുതി കാണില്ല. കാരണം ചൈനയുടെ പാകിസ്ഥാന്റെ മുകളിലുള്ള ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പല വീഡിയോകളിൽ അതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ തുർക്കിയുടെ ബന്ധം വെറും മതപരമായുള്ള ബന്ധം മാത്രമായിരുന്നു. തുർക്കിയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള റിസെപ് തായിപ്പ് എർഡോഗൻ തികച്ചും മുസ്ലിം മതവിശ്വാസിയാണ്. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായ സമയത്തും പാകിസ്ഥാനും ഈ പറയുന്ന ധാരാളം സഹായങ്ങളെല്ലാം തുർക്കിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ചെയ്ത സഹായങ്ങൾക്കൊപ്പം എത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. പാകിസ്ഥാന് സാമ്പത്തിക സഹായം കുറവായിരുന്നു. പക്ഷെ അന്ന് അതെല്ലാം പാകിസ്ഥാൻ ചെയ്ത് നൽകിയത് തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രാഷ്ട്രീയ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ സഹായം മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യ സഹായം തുർക്കിക്ക് നൽകിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ കടുത്ത നിലപാടാണ് തുർക്കിക്കെതിരെ ഇന്ത്യ എടുത്തിരിക്കുന്നത്. വിവിധ മേഖലകളിൽ തുർക്കിയുമായിട്ടുണ്ടായിരുന്ന എല്ലാ സഹകരണവും പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ നീക്കം. തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക്
വിലക്കേർപ്പെടുത്തി. അതുപോലെ തന്നെ തുർക്കി അംബാസിഡറെ അംഗീകരിക്കുന്നത് അത് മാറ്റിവെച്ചു. അതുപോലെ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന തുർക്കി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കമ്പനികൾക്ക് തിരിച്ചടി ഉണ്ടായി. ബോയ്ക്കോട്ട് തുർക്കി ക്യാമ്പയിൻ നടക്കുന്നതിനാൽ തന്നെ ടൂറിസം മേഖലയിലും വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. തുർക്കിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ യാത്രകളെല്ലാം റദ്ദാക്കി. സഹകരണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനാണ് ഇപ്പോഴുള്ള ഇന്ത്യയുടെ തീരുമാനം. കാശ്മീർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാലങ്ങളായി പല വിമർശനങ്ങളും തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ തുർക്കി ബന്ധം നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നതും. ഇപ്പോൾ പാകിസ്ഥാന് നൽകിയിട്ടുള്ള തുർക്കിയുടെ ശക്തമായ പിന്തുണ ഒരിക്കലും ഇന്ത്യ പുറത്തു കൊടുക്കില്ല. തുർക്കിയുടെ നിലവിലുള്ള എല്ലാ സഹകരണ ബന്ധവും ഇന്ത്യ വിച്ഛേദിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ പണി കിട്ടിയിരിക്കുന്നത് തുർക്കിക്ക് തന്നെയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാകുന്നതിനുപരി തുർക്കിയുടെ ഡ്രോണുകൾക്ക് വലിയ തോതിലുള്ള ഡിമാൻഡ് ഇടിവാണ് ചെയ്തിരിക്കുന്നത്. അറബ് രാജ്യങ്ങളെല്ലാം തുർക്കിയുടെ ഡ്രോണുകൾ എല്ലാം വാങ്ങാനുള്ള കരാർ എഴുതി നിൽക്കുമ്പോഴാണ് ഇന്ത്യ പാക് യുദ്ധത്തിൽ തുർക്കി ഡ്രോണുകളുടെ പെർഫോമൻസ് വളരെ മോശമായ സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് തുർക്കിയുടെ ഡ്രോണുകൾ വാങ്ങാൻ ഉദ്ദേശിച്ച രാജ്യങ്ങൾക്ക് തിരിച്ചടിയായി മാറി. സൗദി അറേബ്യ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം സ്വാഭാവികമായിട്ടും തുർക്കിക്ക് നല്ലൊരു തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാനെ സഹായിക്കാൻ പോയതുകൊണ്ട്. വ്യാപാര ബന്ധം നല്ല രീതിയിൽ ഇടിഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള സഹകരണം കുറയുമ്പോൾ തന്നെ തുർക്കിയെ അത് കാര്യമായിട്ട് ബാധിക്കും. അതിന് കൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാന് നൽകിയ ഡ്രോണുകൾ തുർക്കിക്ക് പാരയായി മാറിയിട്ടുള്ളത്. പാകിസ്ഥാന് സഹായം നൽകിയ രാജ്യങ്ങൾക്ക് എല്ലാം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നത് മറ്റു പല ലക്ഷ്യം കണ്ടുകൊണ്ടാണ്. തികച്ചും മുസ്ലിം വിരുദ്ധ രാജ്യമായ ചൈന പാകിസ്ഥാനെ സഹായിക്കണമെങ്കിൽ അതിനു പിന്നിൽ ചൈനയുടെ ലക്ഷ്യം ലാഭം കണ്ടുകൊണ്ട് മാത്രമാണ്. എന്നാൽ തുർക്കി അതുപോലെ തന്നെ ഈ അസർബൈജാൻ പോലുള്ള രാജ്യങ്ങളുടെ ബന്ധം മതപരമായ ബന്ധം മാത്രമാണ്. ഇനി എന്തൊക്കെ നീക്കങ്ങൾ തുർക്കിക്കെതിരെ ഇന്ത്യ എടുക്കുമെന്ന് കണ്ടറിഞ്ഞു കാണാം.